Dear students, a 50-year-old male with chronic cough and dyspnea shows bilateral hilar lymphadenopathy on chest X-ray. Bronchoscopy reveals non-cacheating granulomas, which is the most likely diagnosis. Options: sarcoidosis, tuberculosis, histoplasmosis, pneumonia. അപ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തുന്നതിനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ PSC പരീക്ഷയുടെ ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കഴിഞ്ഞാൽ ഏകദേശം ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ഈ ലെവലിൽ ചോദിക്കാറുണ്ട്. എന്ന് പറയുമ്പോൾ കുറച്ച് ആപ്ലിക്കേഷൻ ലെവലിൽ ചോദിക്കാറുണ്ട്. അപ്പോൾ ആ ലെവലിലേക്ക് നമ്മളൊന്ന് അപ്ഗ്രേഡ് ചെയ്യേണ്ടിയിരിക്കുന്നു നമ്മുടെ പ്രിപ്പറേഷൻ ലൈൻ. അതിന് വേണ്ടിയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇതിൻ്റെ റൈറ്റ് ആൻസറായിട്ട് വരുന്നത് സാർക്കോയിഡോസിസ് തന്നെയാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 ന്യൂമോണിക്സ്, ഇത് ഏതൊക്കെ ഓർഗനെയാണ് ഇൻവോൾവ് ചെയ്യുന്നത്. അപ്പോൾ അത് SLE ലങ് എന്ന് ആലോചിച്ചാൽ മതി. S മീൻസ് സ്കിന്നാണ്, ദെൻ L മീൻസ് ലിംഫിനോഡാണ്, E മീൻസ് ഐ ആണ്, ദെൻ ലങ്സ്. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഇത് ബാധിക്കുന്നത്. ദെൻ പിന്നീട് മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ മെയിനായിട്ടുള്ള സിംറ്റംസ് ആണ്. അത് ഫേസ് എന്ന് ആലോചിക്കുക. F എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫീവറാണ്, A എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർത്രൈറ്റിസ് ആണ്, C എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺജൻറ്റൈവയാണ്, E മീൻസ് എറിത്തീമ എന്ന് പറയുമ്പോൾ ശരീരത്തിൽ സ്കിന്നിൽ കളർ ചേഞ്ച് വരുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു കാര്യം കൃത്യമായിട്ടും പറയാനുള്ളത്, ഈ ഒരു ലീഷൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ബ്രോങ്കോസ്കോപ്പി ചെയ്യുന്ന സമയത്ത് നോൺ കാഷിയേറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തിയിട്ടില്ല. അതിന് തൊട്ട് മുമ്പിരിക്കുന്ന ഒരു സാഹചര്യമാണ്. സെല്ലുകളെല്ലാം ഗ്രാനുലോമ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്തു. കുറച്ചുകൂടെ ബിഗായിട്ടുള്ള സെല്ലുകളാണ്, ചിലത് മൾട്ടി ന്യൂക്ലിയേറ്റഡ് ആണ്, കുറച്ച് ഇമ്മ്യൂൺ സെൽസ് ആണ്. ഇതിൻ്റെ എല്ലാം ഒരു അഗ്രിഗേഷനാണ് അവിടെ നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷേ നെക്രോസിസ് എന്ന് പറയുന്ന ഒരു ലൈനിലേക്ക് പോയാൽ അത് മിക്കവാറും നമുക്ക് ട്യൂബർക്ലോസിസ് പോലുള്ള കാര്യങ്ങളിലേക്ക് നമുക്ക് ആൻസർ ഓപ്ഷൻ പോകേണ്ടി വരും. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ കൃത്യമായിട്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കേണ്ടത്. ഓക്കെ.